നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരെ കാത്ത് നിൽക്കുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് കിട്ടിയ, അതായത് ഇന്നലെ കിട്ടിയ 15K വ്യൂവറിൻ്റെ പുറത്ത് പറയുന്ന കാര്യമല്ല. യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തൂടെ? ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാത്ത എത്ര ആളുകളുണ്ട്? ഈ റീലും തോണ്ടി, എൻ്റെ അടക്കം റീല്, അത് നിങ്ങൾ തോണ്ടിയിരിക്കണം എന്നാലേ എനിക്ക് വ്യൂവേഴ്സ് കിട്ടുള്ളൂ, അത് വേറെ കാര്യം. അങ്ങനെ തോണ്ടിയിരിക്കുന്ന എത്ര ആളുകളുണ്ട്? നിങ്ങൾ ആരെയും കാത്ത് നിൽക്കുന്നത്? ഒന്നങ്ങോട്ട് തുടങ്ങ്. എന്ത് മോട്ടിവേഷൻ കിട്ടാണ്ട് ഞാൻ മോട്ടിവേഷൻ തരാം. പിന്നെ ഫ്രിഡ്ജിൽ കയറി കുത്തിരിക്കരുത് എൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ട്. അപ്പോൾ എന്താക്കാ, വേങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യേ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രമോഷന്, നല്ല കൊളാബ്, ഇങ്ങനത്തെ പല സംഭവങ്ങളും നമുക്ക് കിട്ടും. എന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നേ? അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടാന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഇപ്പം തുടങ്ങുക, അതൊരു ലോങ് ടേം പരിപാടിയായിട്ട് കണ്ടാൽ മതി. തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നതിനൊക്കെ എനിക്കിപ്പോൾ കിട്ടണം അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. എനിക്ക് കൺസിസ്റ്റൻസി കുറച്ച് കുറവാണ്. ഞാനിങ്ങനെ വീഡിയോ ഇട്ടതിൻ്റെ മേലേ ചിലപ്പോൾ ഇടും, പിന്നെ ഇടാണ്ടാകുമ്പോൾ ഒന്നും ഞാൻ ഇടണമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെത്. സോ ഞാനൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പോവാം. എന്താ വെച്ചാൽ എന്നാലേ കാര്യമുള്ളൂ. ആരെ കാത്തിക്കുക? ലൈഫ് അങ്ങനെ അങ്ങോട്ട് പോകണ്ട. അതിൻ്റെ ഒപ്പരം നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്ത്, നമ്മളൊന്നും കൂടി ത്രില്ലിങ് എലമെൻ്റൊക്കെ കൊണ്ടുവന്ന് 4 ആളെ വിറപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും ചെയ്ത്, അങ്ങനെയൊക്കെ അല്ലേ അങ്ങോട്ട് പോകേണ്ടത്. ഇതൊക്കെ അല്ലേ ഒരു ലൈഫ്, ഇതൊക്കെ അല്ലേ ഒരു രസം. അല്ലാണ്ട് ഇതൊന്നിനും പറ്റാണ്ട് എങ്ങനെ എല്ലാ റീലും തോണ്ടി എന്ത് കാര്യം. ഞാൻ എന്നെ അറിയുന്ന എല്ലാവരോടും ഞാൻ പറയല്, തുടങ്ങിക്കോ. ഞാൻ തുടങ്ങിയില്ലേ, എനിക്ക് തുടങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തുടങ്ങിയാൽ ഒരു സംശയവും വേണ്ട. ഗൈസ്, ഇപ്പോഴും നല്ല സമയമാണ്. ചൊറിയും കുത്തിയിരിക്കേണ്ട, അങ്ങോട്ട് തുടങ്ങിക്കോ. യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാമിലും, നോട്ട് ദ പോയിന്റ്. എനിക്കൊരു യൂട്യൂബ് ഉണ്ട്, 82 സബ്സ്ക്രൈബറേ ഉള്ളൂ. നിങ്ങളും കൂടി ശ്രമിച്ച് നിങ്ങളും കൂടി എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്കതൊരു കൊട്ടാരമാക്കി മാറ്റാൻ പറ്റും. സോ ബിഗിനേഴ്സിനോട് പറയാനുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ബാക്കിയുള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് വൈറലൊക്കെ ആയി കഴിയുണ്ടാവും. നിങ്ങളിങ്ങനെ പറയുന്നത് കേട്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നോക്കിക്കോ. നിങ്ങളിങ്ങനെ പറയുന്നത് കേട്ട് അവിടെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാണ്ടെങ്കിൽ നിൽക്കാന്നില്ല, നാളെ നോക്കിക്കോ, ഞാൻ എന്തായാലും റീച്ചാവും. എനിക്ക് പ്രതീക്ഷ ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം, അത് വേറെ കാര്യം. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. സോ ഞാൻ രക്ഷപ്പെടുന്നതിൻ്റെ കൂടെ നിങ്ങളും കൂടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ? അതൊരു രസമുള്ള കാര്യമല്ലേ? ചിന്തിച്ച് നോക്ക്. ഞാൻ ഒരു സന്മനസ്തയായിട്ടുള്ളൊരു കുലസ്ത്രീയല്ല, ഒരു സ്ത്രീയാണ്. സോ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഇങ്ങനെ കാത്തുനിന്നൊരു സമയം കളഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇങ്ങനെ ഡെയിലി വീഡിയോസ് എടുക്കുക, ഓരോന്നോരോന്നായിട്ട് അന്നന്ന് അപ്ഡേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ എടുക്കുമ്പോൾ ഒറ്റയടി അങ്ങോട്ട് വീഡിയോ എടുക്കും. അതാണ് ഈ ഷോൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ട് വീഡിയോ എടുക്കുക. നമ്മൾ ആരെയും ഷൈ കാണുന്നത്, ഷൈ ഒക്കെ തോന്നുന്നത് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്യാമറ കാണുമ്പോൾ എന്താണ് ഞാൻ എന്ത് തേങ്ങി പറയുന്നത്, എനിക്ക് ആ ഒരു ഷൈനസ് നല്ലോണം ഉണ്ടായിരുന്നു. എല്ലാവരും പോലെ തന്നെ ഒരു ബിഗിനേഴ്സിന് എന്താണോ ഉണ്ടാവുക ആ സാധനം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി വരും. എപ്പം നമ്മളങ്ങോട്ട് പറയാം, നമ്മളായിട്ട് നിന്ന് നമ്മളങ്ങോട്ട് പറയാം. 4 അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ആരെങ്കിലും ട്രോളാണെങ്കിൽ ട്രോളിട്ട് കഴിച്ചാലാ വന്നിട്ട് അതെങ്കിലായില്ലേ. അങ്ങനെ ചിന്തിക്കുക. നെഗറ്റീവായിരിക്കും വരാം. ആരും വന്നിട്ട് പറയാനൊന്നും പോകുന്നില്ല, നീ അടിപൊളിയാണ്, നിൻ്റെ വീഡിയോ അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ സംഭവമാണ് എന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല. കണ്ടവരെന്താ, നിങ്ങൾ മാറിക്ക്, വേറെ വീഡിയോ കാണട്ടെ എന്ന് പറയും. നമ്മളതൊക്കെ മാറ്റി വെക്കുള്ളൂ. പക്ഷെ നമ്മളതിൽ താന്ന് കൊടുക്കരുത്. വി റിപ്പീറ്റ്. നമ്മൾ വീണ്ടും വീഡിയോ ഇട്ട് അവരെങ്ങനെ വെറുപ്പിച്ചും കൊണ്ടേ ഇരിക്കുക. കണ്ടിട്ട് തന്നെ നിനക്ക് കാര്യം എന്നുള്ളതിൽ അവരുടെ ഫീഡിലേക്ക് നമ്മുടെ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം. അപ്പം എന്താവും, ഓട്ടോമാറ്റിക്കലി അവർ കാണും, അവരവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും. പിന്നെ കുറച്ച് നമ്മൾ ഗ്രോത്ത് ആകുമ്പോൾ അവർ തന്നെ പറയും, കണ്ടന്റ് ക്രിയേറ്റർ, നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റർ, വ്ളോഗർ, അങ്ങനെ പല പേരിലും നമ്മൾ പിന്നെ അറിയപ്പെടും. വെറുതെ ഇങ്ങനെ ഇരുന്ന് ഒന്നല്ലാതെ അത് നിൽക്കുന്നതിനേക്കാളല്ല പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഓരോ സ്റ്റെപ്പും ചാടി കടുക്കാൻ നോക്കുക. അപ്പം തന്നെ ലൈഫ് ചില്ലാവും, കുറേ മൈൻഡൊക്കെ സെറ്റാവും. വേണ്ടാത്ത ഡിപ്രഷനിലേക്കും മറ്റുള്ള രീതിയിലേക്കൊന്നും പോവാണ്ട് കഴിച്ചാലാവും. അങ്ങനെ പല കാര്യങ്ങളുള്ളത്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വെറുതെ ഇങ്ങനെ ഇരിക്കണേൽ വലിയ കാര്യമുണ്ടെന്നൊന്നും തോന്നണമൊന്നുമില്ല. എനിക്ക് തന്നെ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ്. എൻ്റെ യൂട്യൂബിലൊരു പൂച്ചാണ്ടീൻ്റെ വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ തുടങ്ങിയത്. എനിക്ക് തോന്നി പൂച്ചാണ്ടി കാലാകാലം നിൽക്കില്ല, പൂച്ചാണ്ടി വലിപ്പം വെച്ച് വരാം. പൂച്ചാണ്ടീൻ്റെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ പൂച്ചാണ്ടി ഇന്നെ മാന്താനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെതായ ലെവലിൽ വീഡിയോ എടുത്താൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ റീച്ച് ഉറപ്പാണ്. ഇനി റീച്ചായില്ല,
നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് നോക്കുക, എന്തായാലും ആവും. എന്തെങ്കിലും ഒരു ദിവസം അതായി കിട്ടും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം ആളുകളെങ്കിലും നമ്മുടെ ചുറ്റിലുണ്ട്. എല്ലാവരും നമ്മളെ സപ്രസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും നമ്മൾ കാണാത്തതുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അങ്ങനെയുള്ള ആൾക്കാർ. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു വീഡിയോ കിട്ടുന്നു സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, ഒന്നിട്ട് നോക്കൂ. പിന്നെ ത്രില്ല് തന്നാലെ വരും. നാളെ ഞാൻ കഴിച്ചലായാലോ. ഇന്ന് കഴിച്ചലായ ആളുകളെല്ലാം ഒരു കാലത്ത് ഇതുപോലെ കഷ്ടപ്പെട്ട് വെട്ടിപ്പിടിച്ച് വന്നവർ തന്നെയാണ്. അപ്പോൾ ആരും ഇന്ന ആളേക്കാൾ ബെറ്റർ അങ്ങനെയൊന്നുമില്ല. അവർക്ക് കഴിയെങ്കിൽ എനിക്കും കഴിയും, എനിക്ക് കഴിയെങ്കിൽ നിങ്ങൾക്കും കഴിയും. സോ വെറുതെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.